ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നമ്മുടെ വലിയ എക്സ്കവേറ്ററിൻ്റെ സ്വെവൽ ബെയറിംഗ് ചേഞ്ച് വർക്കാണ്. അപ്പോൾ ഇതിനിപ്പോൾ ടെക്നീഷ്യൻസൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നമ്മളൊരു ഡേ ഫിക്സ് ആക്കിയിട്ടുള്ളത്. സോ അതിന് ഹൈഡ്രക്കാർ വന്നിട്ട് ഇതിനുള്ള പൊസിഷൻ ഏത് പൊസിഷനിൽ വെക്കണം എന്നുള്ളത് അവർ നമുക്ക് വന്നിട്ട് ഇൻഫോം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വണ്ടി വെച്ചിട്ട് ഇത് വർക്ക് സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ആദ്യം ഒരു ബെയറിംഗ് കൊണ്ടുവന്നിട്ടുണ്ടായി അങ്കമാലിയിൽ നിന്ന്. അതിലൊരു സ്ലാക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനങ്ങനെ മൂലക്ക് വെച്ചിട്ട് വേറെ സേലത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഫിറ്റാക്കാൻ നിൽക്കുന്നത്. ഇതിലങ്ങനെ സ്ലാക്കൊന്നുമില്ല. ഇതിലാകെയുള്ളതൊന്ന് ഇതിൻ്റെ ഒരു സീല് ഇടാനുള്ള ഒരു വർക്കുണ്ട്. പൈസ രണ്ട് സ്ഥലത്തും സെയിം തന്നെ. നമുക്ക് കമ്പനി സാധനമാകുമ്പോൾ 2,55,000 എനിക്ക് കൊട്ടേഷൻ കിട്ടിയത്. സോ നമ്മൾ അതൊന്ന് ഡ്രോപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് റെഡി ആക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് അയച്ചിട്ട് തന്നെ റെഡി ആക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൊണ്ടുവച്ചത്. അങ്ങനെ എല്ലാ ബോൾട്ടുകളൊക്കെ അയച്ചു കഴിഞ്ഞു. ബോൾട്ട് അയച്ചപ്പോഴാണ് നമ്മൾ സ്വിംഗ് മോട്ടറാണ് ആദ്യം ഇറക്കുന്നത്. സ്വിംഗ് മോട്ടറെല്ലാം ഡിസ്മാൻഡിലാക്കിയിട്ടാണ് ഇറക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ബെയറിങ്ങും അതുപോലെ തന്നെ ഒരു ബുഷ് പോയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായത്. ഇവരാണ് നമ്മളെ ടെക്നീഷ്യന്, മൈസൂരിൽ നിന്ന് വന്നിട്ടുള്ളത് ടെക്നീഷ്യന്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഒരു അസിസ്റ്റൻറ്റും കൂടി വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഫുൾ ഡേ വർക്കാണ്. പക്ഷേ വീഡിയോ മാത്രമേ 4 മിനിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഇത് മെയിൻ നമുക്കൊരു ചെറിയ ഫോൾട്ട് പറ്റിയതെന്ന് വെച്ചാൽ അവർ ആക്ച്വലി നമുക്ക് ആദ്യം പറഞ്ഞായിരുന്നു 14 ടണ്ണിൻ്റെ ഹൈഡ്ര തന്നെ വേണമെന്നുള്ളത്. പക്ഷേ നമുക്കിവിടെ 14 ടണ്ണിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൊണ്ടുവച്ചത് 12 ടണ്ണാണ്. അപ്പോൾ 12 ടണ്ണിൽ ഒരു പ്രശ്നമായി. ഈ വണ്ടി ലിഫ്റ്റാക്കിയപ്പോൾ തന്നെ വണ്ടി നീങ്ങാണ്ടായി. അപ്പോൾ നമ്മൾ കൂടെ നമ്മളെ ഗരുഡ വണ്ടി ഉള്ളത് കൊണ്ട് നമ്മൾ വിഞ്ചാക്കിയിട്ടാണ് ആ വണ്ടീനെ വലിച്ച് പിന്നോട്ടേക്ക് എടുത്തത്. അങ്ങനെ അത് സെപ്പറേറ്റ് ആക്കി ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ബെയറിങ്ങിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങി. ഈ നടുക്ക് കാണുന്നതാണ് സെൻറ്റർ ജോയിൻറ്റ്. ഇതിൻ്റെ ഉൾവശത്തും ഒരുപാട് ബോൾട്ട്സ് വരുന്നുണ്ട്. ഞാൻ കൗണ്ടാക്കിയിട്ടില്ല. ഔട്ടർ ബോൾട്ട്സൊക്കെ അയച്ചു കഴിഞ്ഞ പിന്നെയാണ് ഇത് ബോഡി സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഇന്നർ ബോൾട്ട്സ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബെയറിങ്ങിന് സീൽ ഫിറ്റാക്കി എല്ലാം ക്ലീനൊക്കെ ആക്കി സീൽ ഫിറ്റാക്കിയിട്ടാണ്, ഡസ്റ്റ് സീലാണ് 2 സൈഡ് വരുന്നുണ്ട്. സീൽ ഫിറ്റിംഗ് ആക്കി കഴിഞ്ഞ പിന്നെയാണ് തിരിച്ച് ഹൈഡ്രലിൽ വെക്കുന്നത്. ആ സീല് സ്വിവൽ ബെയറിങ് ഏകദേശം 180 200 കിലോ വരുന്നുണ്ട്. ഈ ഫിറ്റിംഗ് ആക്കുന്ന സമയത്താണ് മനസ്സിലായത് നമ്മുടെ സെൻറ്റർ ജോയിൻറ്റ് ഇരിക്കുന്ന ആ ഒരു പ്ലേറ്റ് മുഴുവനും ചുറ്റും ക്രാക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ടെക്നീഷ്യൻ്റെ കൂടെ വന്ന അസിസ്റ്റൻറ്റ് വന്നിട്ട് മെയിനായിട്ട് വെൽഡിങ് വർക്കാണ് വരേണ്ടത്. അപ്പോൾ അവർ പെട്ടെന്ന് ഒരു വെൽഡിങ് മെഷീൻ ഒപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പവർ ടൂൾസിൽ നിന്നാണ് നമ്മൾ റെൻറ്റിന് വെൽഡിങ് മെഷീൻ കൊണ്ടുവന്നത്. അങ്ങനെ വെൽഡിങ് ചെയ്തു, ബെയറിങ്ങും പിടിപ്പിച്ചു. അപ്പോൾ അടിയത്തെ ബോൾട്ട്സൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മുകളിൽ ബോഡി വെക്കുന്നുണ്ട്. ബോഡി വെച്ചിട്ട് ഇത് ആക്ച്വലി ബോഡി ലിഫ്റ്റാക്കിയിട്ട് വണ്ടി മുന്നോട്ട് വരുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഹൈഡ്രൻ്റെ മുന്നിൽ തന്നെ ഒരു വിഞ്ചുള്ളത് കൊണ്ട് നമ്മൾ എക്സ്കവേറ്ററിൻ്റെ ട്രാക്കിന് വിഞ്ചാക്കിയിട്ടാണ് മുന്നോട്ടേക്ക് കൊടുത്തത്. അതൊക്കെ ഫിറ്റിംഗ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് നോക്കുന്നതോടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.